വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം, അധ്യായം 22, 34 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. സുപ്രധാന കൽപ്പനകൾ. യേശു സദുക്കായരെ വാക്ക് മുട്ടിച്ചെന്ന് കേട്ടപ്പോൾ ഫരിസേയർ ഒന്നിച്ചുകൂടി. അവരിൽ ഒരു നിയമപണ്ഡിതൻ അവനെ പരീക്ഷിക്കാൻ ചോദിച്ചു, ഗുരു, നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ്? അവൻ പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ഇതാണ് പ്രധാനവും പ്രഥമവുമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ, അതായത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ 2 കൽപ്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു. അജ്ഞത നടിക്കുന്നവരോടുള്ള യേശുവിന്റെ സത്യസന്ധമായ സമീപനം. പുനരുത്ഥാനത്തിൽ വിശ്വാസമില്ലാതിരുന്ന സദ്ദുക്കായരെ യേശു വാക്കുമുട്ടിച്ചു എന്ന വാർത്ത ഫരിസേയ സമൂഹത്തിൽ യേശുവിനോടുള്ള എതിർപ്പ് കൂട്ടുന്നതിനും സാധിക്കുമെങ്കിൽ യേശുവിനെ വാക്കിൽ കൊടുക്കുന്നതിനുമുള്ള വീര്യവും വാശിയും കൂട്ടാൻ ഉതകി എന്ന് തന്നെ പറയാം. അവർ പരസ്പരം ആലോചിച്ച് ഒരു നിയമപണ്ഡിതനെ യേശുവിന്റെ പക്കലേക്ക് അയക്കുകയാണ്. നിയമപണ്ഡിതൻ യേശുവിനെ അഭിവാദനം ചെയ്തുകൊണ്ട് ഒരു ചോദ്യം ഉതിർക്കുന്നു. ഗുരു, നിയമത്തിൽ ഏത് പ്രമാണമാണ് ഏറ്റവും പ്രാധാന്യമേറിയത്? ഇതായിരുന്നു ആ നിയമപണ്ഡിതന്റെ ചോദ്യം. ഒരു ക്വിസ് മാസ്റ്ററിന്റെ റോളിൽ പ്രത്യക്ഷപ്പെടുന്ന രീതി എന്ന് തന്നെ വിളിക്കാം ആ ചോദ്യകർത്താവിന്റെ ചോദ്യം കേട്ടാൽ. നിയമം പഠിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അതിനുള്ള ഉത്തരം അറിയാമെന്നുള്ള വിശ്വാസത്തിൽ തന്നെ യേശു വളരെ സത്യസന്ധമായും തുറവിയോടും കൂടെ ആ നിയമപണ്ഡിതനെ ഉത്തരം നൽകുകയാണ്. യേശു അയാളോട് പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുക, ഇതാണ് നിയമത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ പ്രമാണം. അതോടുകൂടെ യേശു കൂട്ടിച്ചേർക്കുന്നു, അയൽക്കാരനോട് സ്നേഹമിശ്രണമായി പെരുമാറുകയും ചെയ്യുക, അതുപോലെ തന്നെ പ്രാധാന്യമേറിയതാണ് എന്ന്. യേശു തുടർന്ന് പറയുന്നു, ഇവ രണ്ടിലും എല്ലാ ധർമ്മമീമാംസാതത്വങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന്. ദൈവത്തെ ബഹുമാനിക്കലും മനുഷ്യനെ സഹായിക്കലും അയൽക്കാരനെ ദൈവത്തോടുള്ള ബഹുമാനവും അയൽക്കാരനോടുള്ള സഹായവും, ഇതാണ് എല്ലാ നിയമങ്ങളുടെയും രത്നചുരുക്കം എന്ന് യേശു വ്യക്തമാക്കുന്നു. യേശുവിനെ സമീപിച്ച നിയമപണ്ഡിതന് മറിച്ചൊരു ഒന്നും പറയാനില്ല. അയാൾ യേശുവിനെ വിട്ട് സ്ഥലം വിടുകയാണ്. യേശുവിന്റെ സമീപന രീതി വളരെ വ്യത്യസ്തമാണ്. ഓരോ അവസരത്തിലും നാം ധ്യാനിച്ച് മനനം ചെയ്ത് സംശീകരിച്ചെടുക്കേണ്ട സമീപന രീതികൾ.